വയനാട് ഉരുൾപൊട്ടൽ ഇരകളെയും ദുരന്തബാധിതരെയും ചേർത്ത് പിടിക്കുമെന്ന് ജമിയത്തുൽ ഉലമ ഹിന്ദ് ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം ജില്ലയിൽ എത്തിയ ദേശീയ നേതൃത്വം ടി സിദ്ദീഖ് MLA-യുമായും ദുരന്തത്തിന്റെ ഇരകളുമായും കൂടിക്കാഴ്ച നടത്തി. സംഭവസ്ഥലമായ മുണ്ടക്കയിലും ചൂരൽമലയിലും സന്ദർശിച്ചു. क्योंकि सरकार सबसे टैक्स देती है और उस टैक्स से सरकार पैसा दोबारा फराहम करती है और हिंदुस्तान को डेवलप करती है। जमियत उलमा गरीब लोगों से पैसा लेती है और बिला तफरीक सबकी खिदमत करती है, लेकिन चूंकि इनकी जमात यहाँ बड़ी मुअस्सिर है और इससे ദുരന്തത്തിന്റെ വ്യാപ്തി ജമിയത്തുൽ ഉലമ ഹിന്ദ് ദേശീയ പ്രസിഡന്റ് അർഷദ് മദനിയെ ധരിപ്പിക്കുമെന്ന് സംഘാംഗങ്ങൾ പറഞ്ഞു. 2018-ലും 2019-ലും ഉണ്ടായ പ്രളയത്തിൽ കേരളത്തിൽ 120ഓളം വീടുകൾ ഭാഗികമായും പൂർണ്ണമായും ജമിയത്തുൽ ഉലമ ഹിന്ദ് നിർമ്മിച്ചു നൽകിയിരുന്നു. അതിൽ വയനാട് പുതുമല ഉരുൾപൊട്ടൽ ഇരകളെയാണ് സംഘടന കൂടുതൽ പരിഗണിച്ചത്. ഇതിനു പുറമെ തലപ്പുഴ പഞ്ചാരക്കൊല്ലിയിലും പനമരത്തും വീടുകൾ പുനരുദ്ധരിക്കാൻ ലക്ഷക്കണക്കിന് രൂപയുടെ ധനസഹായം ജാതിമത ഭേദമന്യേ വിതരണം ചെയ്തു. പനമരത്തും പരിസരങ്ങളിലും മാത്രം 12 വീടുകളാണ് ദുരിതബാധിതർക്ക് സമ്മാനിച്ചത്. ഇതെല്ലാം ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളിൽ നിന്നും സ്വരൂപിച്ചാണ് പൂർത്തീകരിച്ചതെന്ന് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൽ ഗഫാർ മൗലവി പറയുന്നു. ദേശീയ നേതാക്കളായ മൗലാന സയ്യിദ് മൗസും സാബിഖ്, മൗലാന റാഷിദ്, അർഷാദ് അഹമ്മദ് മൗലാന, അലിയാർ ഖാസിമി, മൗലാന അമീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വയനാട്ടിൽ ദുരന്ത മേഖലകളിൽ എത്തിയത്. ജില്ലാ ഭാരവാഹികളായ ഹാഫിസ് അബ്ദുള്ള, മമ്മൂട്ടി അഞ്ചുകുന്ന്, ഗഫൂർ വെണ്ണിയോട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മുണ്ടക്കയിലെ 3 കുടുംബങ്ങൾക്ക് താൽക്കാലിക ധനസഹായ വിതരണവും നടത്തി. കൂടിയാലോചനകൾക്ക് ശേഷം ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നടത്തുമെന്ന് നേതൃത്വം അറിയിച്ചു. വയനാട് നിന്നും മഹ്റൂഫ് പനമരം തയ്യാറാക്കിയ റിപ്പോർട്ട്.